അങ്ങനെ ന്യൂയോർക്കിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേനും കുറേ ദൂരം ഒരു കൗണ്ടി റോഡാണ്. ആ റോഡിൽ കൂടെ വന്നപ്പോഴത്തേനും ഒരു കാഴ്ച കണ്ടു, എഗ്സ് സോൾഡ് ഹിയർ എന്ന്, ഫ്രഷ് എഗ് സോൾഡ് ഹിയർ എന്ന്. അപ്പോൾ ആ കോഴികളുടെ മുട്ട ഒരു എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണേ. ഇങ്ങനെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഇവിടെ ഒരുപാട് ഫാമാണ് എഴുതി കണ്ടോ. ആ റോഡിൽ കൂടെ ഞങ്ങൾ പോരുന്നേ. അപ്പോൾ ഇവിടെ ബോർഡ് കണ്ടു, ഇത് അവരുടെ വീടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ സംഭവം കണ്ടോണം, ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ആവശ്യമുള്ള എടുക്കുക, 12 എടുത്തിട്ട് $5 അവിടെ ഇടുക, നോക്കാനൊന്നും ആരുമില്ല. എന്ത് ഫ്രിഡ്ജ് ഇത്? ഇവിടെ കോഴി മുട്ട എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി കോഴിമുട്ടയാണ്. കോഴികളെ ഇങ്ങനെ പാടത്ത് നടത്തി മുട്ടയിടിക്കുന്ന മുട്ടകളുണ്ട്. ആള് വരുന്നുണ്ട്. മോഷ്ടിച്ചോണ്ട് പോവല്ലെന്നാ പറയുന്നത്. കൊള്ളാമല്ലോ, നമ്മുടെ നാട്ടിലെ നാടൻ മുട്ട. സോറി. അപ്പൊ സംഭവം കാശ് അമേരിക്കൻ ഡോളറിൽ കൊടുക്കണം എന്നാണ്. എടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി വന്നിട്ട് പറഞ്ഞു ഇവിടെ മറ്റേ കാനഡ ഡോളർ എടുക്കൂല, ഇത് ശരിക്കും അമേരിക്കൻ സ്ഥലമാണ്, നമ്മൾ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല അല്ലേ വെച്ചാൽ ബോർഡർ ആണെന്ന്. ശരിക്കും ആ ഒരു ബോർഡർ ലുക്കൊക്കെ നമ്മൾ കാനഡയിൽ കാണുന്ന അതേപോലത്തെ ഒരു ഫീല്. അവർ മനസാക്ഷി ഉണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു പൈസ വേണ്ട, എടുത്തോ, എന്നെങ്കിലും ഇതിലേ പോകുമ്പോൾ നിങ്ങൾ ആ ഡോളർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ആ പൈസ എടുത്തേച്ചും ഈ ഒരു ഡ്രോപ്പ് ബോക്സിൽ പൈസ ഇടാനാണ് പറഞ്ഞത്. ഇവിടെ മേപ്പിൾ സിറപ്പുണ്ട്, പിന്നെ ഫ്രഷ് മീറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫയർവുഡ്, മേപ്പിൾ സിറപ്പ്, ബീഫ്, പോർക്ക്, ലൈവ് ലേയിങ് ചിക്കൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ലൈവ് ലേയിങ് ചിക്കൻസിൻ്റെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ നടത്തിയിട്ട് മുട്ടയിടിക്കുന്ന കോഴിന്റെ മുട്ട തുറന്നു വിട്ടാ കോഴി. ആ പുള്ളിക്കാരി പറഞ്ഞു ചിക്കനോ കോഴിയുണ്ട്, മേപ്പിൾ സിറപ്പ്, പിന്നെ മേപ്പിൾ സിറപ്പ് ഉണ്ട്, അവിടെ കുറെ പട്ടിയുണ്ട് കേട്ടോ, നല്ല അടിപൊളി പട്ടികള്. അപ്പൊ എന്തായാലും മനസാക്ഷിയുള്ള ആ ആന്റിക്ക് കണ്ടിട്ട് നല്ല അടിപൊളി മുട്ട കേട്ടോ. വളരെ വെള്ളക്കാരാണ്, നല്ല സൂപ്പർ മുട്ടയാണ്, നല്ല ഒറിജിനൽ സാധനം.